ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 57-ാമത്തെ ഭാഗമായിരുന്നു. ശ്രീ കപില വാസുദേവൻ അമ്മയായ ദേവഹൂതിക്ക് ജീവൻ മുക്തി നേടുവാനുള്ള ഉപാധികൾ, മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു. സാഖ്യയോഗം, സാഖ്യശാസ്ത്രം ആണ് കപില വാസുദേവൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം വിവരിച്ചു കൊണ്ടിരുന്നത്. ഇന്നും അമ്മയ്ക്ക് ബാക്കിയുള്ള ഉപദേശങ്ങൾ കൊടുക്കുകയാണ് തൻ്റെ പ്രിയ മകനായ ശ്രീ നാരായണമൂർത്തിയായ കപിലൻ. അപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ജീവൻ മുക്തനാകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിച്ചിരിക്കുമ്പോൾ നാം അനുഷ്ഠിക്കേണ്ടത്. ജീവൻ മുക്തനാകുക എന്ന് വെച്ചാൽ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ശരീരബോധമല്ല, ഞാൻ ശരീരമല്ല, എന്നെക്കൊണ്ട് ഈ ശരീരത്തിലിരുന്ന് പ്രവർത്തിപ്പിക്കുന്ന മറ്റൊരു ചൈതന്യമായ ആത്മശക്തിയായ ഭഗവത് സ്വരൂപത്തിലേക്ക് എങ്ങനെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ലയിച്ചു ചേരാം. അതിനെയാണ് ജീവൻ മുക്തി നേടുക എന്ന അവസ്ഥ വരുന്നത്. അപ്പോൾ ആ ഒരു മുക്തി മാർഗം ഓരോ വ്യക്തിക്കും ആവശ്യമാണ്. അതാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അത് ഈ ജന്മത്തിൽ നേടാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അനേക ജന്മങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് ഓരോ ജീവിതത്തിൻ്റെയും പരമമായ യാത്ര. ആ യാത്രയ്ക്ക് എങ്ങനെ പെട്ടെന്ന് സജ്ജമാകാം എന്നാണ് അമ്മയോട് മകൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. അഷ്ടാംഗ യോഗമാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാനിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭഗവാനെ, ഈ ബോധസ്വരൂപനായ ഭഗവാനെ എനിക്ക് അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാൻ തരുന്ന ഉപദേശങ്ങളാണിത്. നമ്മൾ ഭഗവാൻ ആണ് എൻ്റെ ഉള്ളിൽ ഹൃദയസ്ഥാനത്തിരിക്കുന്ന ക്ഷേത്രജ്ഞനായ ഭഗവാനാണ്, ശ്രീമൻ നാരായണസ്വാമിയാണ് എന്നെ നയിക്കുന്ന ശക്തി എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമെങ്കിലും അത് അനുഭവിക്കണ്ടേ? ആ അനുഭവ യോഗം ആർക്കാണ് കിട്ടുന്നത്? എപ്പോഴാണ് നമുക്കത് അനുഭവിച്ച് ഭഗവാനുമായി താതാത്മ്യം പ്രാപിച്ച് പൂർണ്ണമായ പരമാനന്ദ ലബ്ധി നേടുവാൻ ആർക്കാണ് സാധിക്കുന്നത് എന്നാണ് കപില വാസുദേവൻ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്നത്. മനസ്സ് നിർമ്മലവും അന്തർമുഖവുമായി തീരുവാൻ സഹായകരമായ യോഗത്തെയാണ് ഇനി ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരുന്നത് എന്ന് ഭഗവാൻ പറയുകയാണ്. അതായത് മനസ്സ് അന്തർമുഖവും നിർമ്മലവുമാകുവാൻ. അന്തർമുഖം എന്ന് വെച്ചാൽ അകത്തേക്ക് തന്നെ ശ്രദ്ധ വരിക. നമ്മൾ പുറത്തേക്കുള്ള ശ്രദ്ധയിൽ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ജീവചൈതന്യത്തെക്കുറിച്ച്, ആത്മബോധത്തെക്കുറിച്ച്, ഈശ്വരനെക്കുറിച്ച് നമുക്കറിയാതെ പോകുന്നത്. അപ്പോൾ അത് മനസ്സ് നിർമ്മലമായി കഴിഞ്ഞാൽ, ഇപ്പോൾ അഴുക്കില്ലാത്ത ആ തെളിനീര് പോലെയുള്ള അഴുക്കില്ലാത്ത ആ ഒരു ജലത്തിലൂടെയാണ് നമുക്ക് സ്പഷ്ടമായിട്ട് പ്രതിബിംബങ്ങളെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ മനസ്സ് നിർമ്മലമാക്കി വെച്ചാൽ മാത്രമേ അങ്ങനെ അന്തർമുഖമാകുവാനും നിർമ്മലമാകുവാനുമുള്ള ഉപദേശങ്ങളാണ് ഭഗവാൻ കൊടുക്കുന്നത്. ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ തെളിഞ്ഞ ആ നീരിൽ ശുദ്ധമായ സ്ഫടികമായിട്ടുള്ള ആ അവസ്ഥയിൽ നമ്മുടെ ബോധത്തെ, നമ്മുടെ ആത്മചൈതന്യത്തെ, പരമാത്മ ചൈതന്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഭഗവാൻ പറയുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന 8 അംഗങ്ങളോട് കൂടിയതാണ് യോഗം. യോഗയല്ല, യോഗം. ഭഗവാനോട് യോഗം ചേർന്നിരിക്കുന്നതിന് 8 പദ്ധതികളാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. എന്തൊക്കെയാണത്? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇനി അതെന്താണ് ഓരോന്നും, യമനിയമാദികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരികയാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ ഇങ്ങനെയാണോ ജീവിക്കുന്നത്, അല്ലെ എനിക്ക് ഇങ്ങനെയൊക്കെ ആയി തീരുവാൻ കഴിയുമോ, അല്ലെങ്കിൽ അങ്ങനെ കഴിയണമെങ്കിൽ എത്ര കാലം അതിനു വേണ്ടി, എത്ര സമയം അതിനു വേണ്ടി ഞാൻ ചിലവഴിച്ചാൽ എനിക്ക് അവിടെ എത്താൻ കഴിയും എന്നൊക്കെ നമ്മളെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാനാണ് ഈ പാഠഭാഗം, ഈ ഒരു ഭാഗം ഞാൻ ഓരോരുത്തർക്കും മുന്നിൽ കാഴ്ചവെക്കുന്നത്. നമ്മൾ നമ്മെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യുക. അപ്പോൾ ആ യമനിയമാദികൾ എന്തൊക്കെയാണെന്നാണ് ആദ്യം നമുക്ക് സംസാരിക്കാനുള്ളത്. കഴിവിനനുസരിച്ച് തൻ്റെ വർണ്ണത്തിനും, വർണ്ണാശ്രമധർമ്മമാണ് വർണ്ണം, ആ വർണ്ണത്തിനും ആശ്രമത്തിനും
ഗൃഹസ്ഥാശ്രമിയാണോ, വാനപ്രസ്ഥത്തിൽ ലയിച്ചവനാണോ, സന്യാസിയാണോ, ഇങ്ങനെയൊക്കെയുള്ള ബ്രഹ്മചര്യമാണോ, ഇങ്ങനെയുള്ള അതാണ് ആശ്രമം. അപ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ച് വർണ്ണത്തിനും ആശ്രമത്തിനും വിധിച്ച ധർമ്മത്തെ ആചരിക്കുക. നമുക്ക് പറ്റുന്ന ധർമ്മത്തെ ആചരിക്കും. ഇപ്പം ഒരു ഗൃഹസ്ഥാശ്രമി സന്യാസിയുടെ ആശ്രമത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുമോ? അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. നമ്മൾ ഗൃഹസ്ഥാശ്രമികളാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ നമ്മുടെ കർമ്മങ്ങളെ നന്നായി ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും? അല്ലാതെ ഞാൻ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്, ജീവൻ മുക്തി നേടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എൻ്റെ കർമ്മ പദ്ധതികളും ഗൃഹസ്ഥാശ്രമ ജീവിതവും എല്ലാം ഉപേക്ഷിച്ച് ഞാനിതാ സഞ്ചിയും തുകി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു പോകുന്നതല്ല ഈശ്വര സാക്ഷാത്കാരം. നമ്മൾ ആ ധർമ്മത്തിൽ, നമ്മുടെ വർണ്ണാശ്രമത്തിൽ ഏതാണോ നമ്മൾക്ക് അനുയോജ്യമായിട്ട് ഭഗവാൻ ഇപ്പോൾ നമ്മെ കൊണ്ട് തീർക്കുന്ന ഈ വേഷം, അത് അതുപോലെ തന്നെ ചെയ്തു തീർക്കുക. അതുപോലെ മനോഹരമായിട്ട് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്ത് അതാതിൻ്റെ ധർമ്മമനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് വിധിച്ച ആശ്രമത്തിന് വിധിച്ച ധർമ്മത്തെ നാം ആചരിക്കണം. അധർമ്മത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും നിവർത്തിക്കുക. അധർമ്മത്തിലൂടെ ഉള്ള ജീവിതത്തെ ആദ്യമായി നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ അധർമ്മമായി ചെയ്യുന്നതെന്ന് നമുക്കറിയാം. നമ്മൾ ചെയ്യുന്ന ധർമ്മം അറിഞ്ഞാലേ അധർമ്മം അറിയാൻ കഴിയൂ. ചില വളരെ ക്രൂരരായിട്ടുള്ള മനുഷ്യത്വരഹിതരായിട്ടുള്ള മനുഷ്യർ ചെയ്യുന്നതെല്ലാം അധർമ്മമായിരിക്കും. അവരോട് ധർമ്മം നമ്മൾ സംസാരിച്ചാൽ എൻ്റെ ഭാഗമല്ല, ശരിയല്ലേ, ഞാൻ എന്താ ഇത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഇന്നാരെ ഉപദ്രവിക്കുന്നു, അവരിൽ നിന്ന് തട്ടിപ്പറിക്കുന്നു, ഇതിലൊക്കെ എന്താണ് തെറ്റ്? ഇന്ന് നമ്മുടെ വാൽമീകി മഹർഷിയുടെ ആദ്യ ജന്മമായ, അതായത് മഹർഷിയാകുന്നതിന് മുമ്പ് രത്നാകരൻ എന്ന കാട്ടാളനായിരുന്ന സമയത്ത് സപ്തഋഷികളോടും നാരദ മഹർഷിയോടും ഒക്കെ ചോദിച്ചതാണ്, ഞാൻ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? എൻ്റെ കുടുംബത്തെ പോറ്റാനല്ലേ ഞാൻ എന്തും ചെയ്യുന്നത്, അതൊക്കെ എങ്ങനെ അധർമ്മമാകുന്നത്? അതൊക്കെ ധർമ്മമാണ്. കുടുംബത്തെ പോറ്റാൻ വേണ്ടി എന്തും ചെയ്യാം. അപ്പോഴാണ് അധർമ്മത്തെക്കുറിച്ച് മഹർഷിമാർ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ ഒരു പ്രകാശത്തിൻ്റെ ബിന്ദു അദ്ദേഹത്തിൻ്റെ ആ കാട്ടാളൻ്റെ ചിന്തകളിലേക്ക് വീണത്. അതൊരു ഒരു കനലായി എരിയാൻ തുടങ്ങി ഋഷിമാരുടെ ആ രാമനാമ ഉപദേശ മന്ത്രത്തിലൂടെ. അപ്പോൾ അധർമ്മത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി നിവർത്തിക്കണം. അതുപോലെ തന്നെ പ്രാരാബ്ധം അനുസരിച്ച് വന്നു ചേരുന്ന അനുഭവങ്ങളെ കൊണ്ട് സന്തോഷിക്കുക. അത് നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മുടെ പ്രാരബ്ധ കർമ്മം അനുസരിച്ചാണ് നമുക്ക് വന്നു ചേരുന്ന സുഖദുഃഖങ്ങളൊക്കെ. പ്രാരബ്ധ കർമ്മം എവിടെ നിന്ന് വന്നു? നമ്മൾ പൂർവ്വജന്മങ്ങളിലൊക്കെ ചെയ്ത കർമ്മങ്ങളാണ് നമ്മൾ ഒരു സഞ്ചിയിൽ തൂക്കി ഇങ്ങോട്ട് വന്നത്. അതിലിരിക്കുന്ന സാധനം നമ്മുടെ കയ്യിലിരുന്ന് നമ്മുടെ സ്വന്തമാണ്. നമ്മൾ കൊണ്ടുവരുന്ന സാധനം നമ്മുടെ സ്വന്തമാണ്. വേറൊരാളുടെ കർമ്മമെടുത്ത് നമ്മുടെ സഞ്ചിക്കകത്തിട്ടതൊന്ന് വിടുകയല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്തത് തന്നെയാണ് നമ്മുടെ സുഖദുഃഖങ്ങൾക്ക് കാരണം. നാം ഇന്ന് ചെയ്യുന്നതൊക്കെ, ഇന്ന് നാം ചെയ്യുന്ന ഓരോന്നും നാളത്തേക്കുള്ള നമ്മുടെ കത്തുകളാണ്, നാം എഴുതി വെക്കുന്ന കത്തുകളാണെന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ നാളത്തേക്ക് നാം ചിട്ടപ്പെടുത്തി വയ്ക്കുന്ന ഒരു ഫിലിം ഡയറക്ടർ നാളെ അല്ലെങ്കിൽ അടുത്ത തൻ്റെ ഉടനെയുള്ള പ്രോജക്റ്റിൽ ചെയ്യാനുള്ള ഒരു വർക്ക് ചെയ്തു വയ്ക്കുന്നത് പോലെയാണ് നാം ഇന്ന് ചെയ്തു കൂട്ടുന്ന ഓരോ കർമ്മങ്ങളും. അതാണ് നാളെ. ഇന്ന് നാം ശേഖരിച്ചു വെക്കുന്ന ഡേറ്റാസ് എല്ലാമാണ് നാളെ ഒരു പത്രാധിപര് പത്രത്തിൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നാം ഇവിടെ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളെല്ലാമാണ് നമ്മുടെ പ്രാരബ്ധ കർമ്മമായിട്ട് നാം ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. അത് ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ എൻ്റെ പ്രാരബ്ധ കർമ്മങ്ങളാണ് ഭഗവാനെ എന്ന് സന്തോഷപൂർവ്വം അത് സ്വീകരിക്കണമെന്ന് ആ മനസ്സ് നമുക്കുണ്ടോ? ആലോചിക്കൂ. അങ്ങനെ സന്തോഷത്തോടാണോ നമുക്ക് വരുന്ന കർമ്മങ്ങളെയെല്ലാം സുഖവും ദുഃഖമൊക്കെ നാം അറിയുന്നത്? അല്ല. ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നാം എൻ്റെ ഭഗവാനെ എനിക്കിത് എന്തിനു തന്നു, എനിക്കിതൊന്നും വയ്യ, ഇതൊക്കെ അനുഭവിക്കാൻ ഞാൻ അങ്ങേ വിളിച്ചിട്ട് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നല്ലോ, അപ്പോൾ ഭഗവാൻ ഉണ്ടോ എന്നൊക്കെയല്ലേ നമ്മൾ അന്വേഷിക്കുന്നത്. പക്ഷെ ഈ തന്നിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ഞാൻ അനുഭവിക്കുന്നതെല്ലാം കാലത്തിൻ്റെ നിശ്ചയമായ ആ ഒഴുക്കിൽ വന്ന് ഞാൻ തന്നെ ചെയ്തത് അനുഭവിക്കുകയാണ് ഇവിടെ ആർക്കും അതിൽ പങ്കില്ല എന്ന പൂർണ്ണമായ അറിവോടെ, സമ്മതത്തോടെ, സന്തോഷത്തോടെ നാം ഓരോ അനുഭവങ്ങളെയും ഏറ്റുവാങ്ങുവാൻ ഏതൊരു വ്യക്തിക്ക് കഴിയുന്നോ അവർക്ക് ജീവിതത്തിൽ പരാതി ഉണ്ടാവുകയില്ല, ആരോടും പരിഭവം ഉണ്ടാകുകയില്ല, ആരോടും വിഷമവും ഉണ്ടാകുകയില്ല.
അപ്പോൾ പ്രാരബ്ധമനുസരിച്ച് വരുന്ന കർമ്മങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം. അധർമ്മത്തെ തിരിച്ചറിഞ്ഞ് അധർമ്മമില്ലാതെ ധർമ്മത്തോടുകൂടി ജീവിക്കണം. ഇപ്പൊ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ആത്മജ്ഞാനികളെ പൂജിക്കുക. നാം ചെയ്യാറുണ്ടോ? ആത്മജ്ഞാനികളെ പൂജിക്കാറുണ്ടോ? ആത്മജ്ഞാനികൾ എന്ന് വെച്ചാൽ എന്തുവാ? ആത്മാവിനെ അന്വേഷിക്കുക, അറിയുകയൊക്കെ ചെയ്യുന്നവരാണ് ആത്മജ്ഞാനികൾ. നമ്മൾ പൂജിക്കും. ആരെയാണ്? പ്രകടമായ ഭക്തിയൊക്കെ കാണിച്ച് കാമ്യഭക്തിയിലൂടെയൊക്കെ ജീവിച്ച് ഞാൻ ഗുരുവാണ്, അല്ലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണെന്നൊക്കെ പറഞ്ഞ് കാണുന്നവരെ നമ്മൾ അവരുടെ പാദം തൊട്ട് വണങ്ങുകയും അവരെ പൂജിക്കുകയും ചെയ്യും. ആത്മജ്ഞാനികളെ നമുക്ക് കണ്ടാൽ മനസ്സിലാകുകയില്ല. കാരണം അവർക്ക് പ്രത്യേകിച്ച് പുറമേ വേഷവിധാനങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ആത്മാവിൽ അവർ സന്തോഷിക്കുകയായിരിക്കും, ആത്മാവിനെ അറിഞ്ഞവർ. അപ്പോൾ ആത്മജ്ഞാനികളെ പൂജിക്കണം. ശരീര അഭിമാനത്തെ വളർത്തുന്ന പ്രവൃത്തികളെ ഉപേക്ഷിക്കുക. ശരീര അഭിമാനത്തെ വളർത്തുന്ന പ്രവർത്തികൾ എന്ന് പറയുന്നത് എന്താവും? ഞാൻ ശരീരമാണെന്നുള്ള ബോധത്തിൽ ചെയ്തു കൂട്ടുന്ന അധർമ്മങ്ങൾ, അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങൾ, അല്ലെങ്കിൽ ആഡംബരങ്ങൾ, അല്ലെ അഭിമാനത്തിന് വേണ്ടി ചെയ്തു കൂട്ടുന്ന ധാരാളം കർമ്മങ്ങൾ, സ്റ്റാറ്റസിന് വേണ്ടിയും വലിയ വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും, അതൊക്കെ ശരീരബോധത്തിൽ ഇരിക്കുന്നത് കൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങളെ വളർത്താതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്യാവേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക. മോക്ഷധർമ്മത്തിൽ താല്പര്യത്തെ വളർത്തുക. മോക്ഷധർമ്മത്തിൽ എനിക്ക് ഭക്തി വേണം, അതുപോലെ തന്നെ ഭക്തിയിലൂടെ മുക്തി വേണം, മോക്ഷം വേണം എന്ന ആ താല്പര്യത്തെ വളർത്തണം. നമ്മൾ സാധാരണ കാര്യങ്ങളൊക്കെ സാധിക്കുവാനുള്ള ഭക്തി മാത്രമാണ് വളർത്തുന്നത്. കാര്യം സാധിച്ചില്ലെങ്കിൽ ആ ദൈവത്തിനൊരു ശക്തിയില്ല, അടുത്തതിനെ തേടി പോവുക, അതല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഭക്തി വളരുന്നതനുസരിച്ച് മുക്തി വേണം, അതാണ് എൻ്റെ പരമമായ ലക്ഷ്യം. ഇവിടെ കാണുന്നതിനേക്കാൾ ഉപരി എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് പരമമായ മുക്തി ലഭിച്ച് ജനിമൃതി ചക്രങ്ങളിൽ നിന്ന് പുറത്തായി ഭഗവാന്റെ പാദപത്മങ്ങളിൽ ലയിക്കുവാൻ, ആ പൂർണ്ണമായ പരമാനന്ദത്തിൽ ലയിച്ചു ചേരുവാനുള്ള ഒരു അവസ്ഥയും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ ഭക്തിയൊക്കെ മുക്തിക്ക് വേണ്ടിയാകണം. അങ്ങനെ ആണോ നാം ചെയ്യുന്നത് എന്നും അന്വേഷിക്കുക, ആലോചിക്കുക. അതുപോലെ തന്നെ മിതവും ശുദ്ധവുമായ ആഹാരം മാത്രം കഴിക്കുക. വളരെ ശുദ്ധമായ ആഹാരം കഴിക്കണം, അത് മിതമായേ കഴിക്കാവുള്ളൂ. അമിതമായി ആഹാരം കഴിക്കുമ്പോൾ ശരീരത്തിന് അലസതയും തളർച്ചയും മടിയും രോഗങ്ങളും ഒക്കെ കാരണമാകും. അതുകൊണ്ട് വിശപ്പ് അടങ്ങുവാൻ ആവശ്യമായ ആഹാരവും അത് ശുദ്ധ ആഹാരം വേണം കഴിക്കേണ്ടത്. എപ്പോഴും ഏകാന്തത്തിൽ താമസിക്കുവാനുള്ള ആഗ്രഹമുണ്ടാവുക. ഒരുപാട് ആളുകളുടെ ഇടയിൽ കൂട്ടം കൂടുമ്പോൾ നമുക്കൊരു അലോസരം, നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകും. നമ്മൾ ഏകാന്തത്തിലിരിക്കുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, ഇതെന്താ ഈ ഒറ്റയ്ക്കിരിക്കുന്നതിന് ഒരു വിഷമം ഇല്ലേ, എന്തേ പുറത്തേക്കെങ്ങും കാണുന്നില്ലല്ലോ, ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കില്ലേ എന്നൊക്കെ. ഈ ബോറടിയുള്ള ലോകത്തിരിക്കുന്നവർക്ക്, ഭൗതിക ലോകത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് തോന്നും. പക്ഷേ യഥാർത്ഥ ഭക്തർക്ക് ഒറ്റയ്ക്കിരിക്കുന്നതാണ് ഏറ്റവും പ്രിയം. കാരണം ആ സമയത്ത് ഭഗവത് കഥകൾ അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, പുരാണങ്ങളൊക്കെ വായിക്കാനുള്ള അവസരം കിട്ടുകയാണ്. എപ്പോഴാണ് ഒരാൾ ഏകാന്തത്തിൽ കിട്ടുന്നത്, അത്രയും സമയം നമുക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റുകയാണ് ആ ഏകാന്തം കിട്ടുന്നത്. അല്ലാതെ എല്ലാവരുമായി സംഘത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ സ്വകാര്യത, ഭഗവാനും നമ്മളുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഏകാന്തത്തിൽ ഇരിക്കുവാനും ഏകാന്തത്തിൽ താമസിക്കുവാനും ആഗ്രഹിക്കുക. അതുപോലെയോ അഹിംസ പാലിക്കുക. ഒന്നിനെയും ഹിംസിക്കാതെ, വേദനിപ്പിക്കാതെ, ദ്രോഹിക്കാതെ ഇരിക്കുന്ന അവസ്ഥ. എല്ലാറ്റിലും ഈശ്വരഭാവം കാണുമ്പോൾ ഒന്നിനെ നമുക്ക് മേല് നോവിക്കാനോ, ഒരു ചെടിയെ പോലും നുള്ളുവാനോ, ഒരു പൂവ് പൊട്ടിക്കണമെങ്കിൽ പോലും ചെടിയുടെ മൗനാനുവാദം നമ്മൾ വാങ്ങുകയൊക്കെ ചെയ്യും. എല്ലാറ്റിനോടും ഹിംസ പാലിക്കുക. പിന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സത്യം മാത്രം പറയുക. അതാണ് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും യമനിയമങ്ങളിൽ ഒരു 3 കാര്യം വളരെ പ്രധാനമാണ്. അതിലൊന്നാണ് സത്യം. ഇതുവരെയും പറഞ്ഞത് അപ്രധാനമാണെന്നല്ല, അത് നമ്മൾ സ്വയം ചിന്തിച്ച് അതിലേക്ക് എത്തണം. ഇനിയും പറയുന്ന ഈ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. സത്യം മാത്രം പറയുക, അസത്യം പറയാതിരിക്കുക. അസത്യം പറയേണ്ട സാഹചര്യം വന്നാൽ ഒന്നും മിണ്ടാതിരിക്കുക. സത്യം മാത്രം പറയുക. പിന്നെയോ അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും മോഷണം നടത്താതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക.
മറ്റുള്ളവരുടെ മുതൽ, അന്യരുടെ മുതൽ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക, അത് സ്വന്തമാക്കാൻ ശ്രമിക്കാതിരിക്കുക. അപ്പോൾ സത്യം പറയുക, ഒരിക്കലും മോഷ്ടിക്കാതിരിക്കുക. പിന്നെയോ ബ്രഹ്മചര്യം പാലിക്കുക. ബ്രഹ്മചര്യം പാലിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മോഷണം നടത്താതിരിക്കുക, സത്യം പറയുക, ബ്രഹ്മചര്യം പാലിക്കുക. ഇവ 3 ഏറ്റവും യമനിയമങ്ങളിൽ ഏറ്റവും പ്രധാനം. ബ്രഹ്മചര്യം പാലിക്കുക എന്ന് വെച്ചാൽ എന്താണ് ഇതിനർത്ഥം? നമ്മൾ വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നാണോ? അല്ലെങ്കിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആ ആശ്രമത്തിലൂടെ എല്ലാ കാലത്തും ജീവിക്കണമെന്നാണോ? അല്ല. നമ്മൾ പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധത്തിന് പോകാതെ അവനവന് ആരെയാണോ ഭഗവാൻ കൂട്ടി നിശ്ചയിച്ചിട്ടുള്ളത് അവരോടൊപ്പം ജീവിക്കുക. അതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. മിതമായി അവനവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെയോ തപസ് ചെയ്യുക. തപസ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ കലിയുഗത്തിൽ തപസ്സാണ് ഏകാദശി പോലെയുള്ള മഹാവ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത്. അത് ചെയ്യുക. ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കി വയ്ക്കുക. ശരീരത്തെയും മനസ്സിനെയും എങ്ങനെയാണ് ശുദ്ധമാക്കി വെക്കുന്നത്? ശരീരത്തിനെ ശുദ്ധമാക്കുന്നത് നിത്യേന 2 നേരം കുളിച്ച് ശരീരം ശുദ്ധി ചെയ്യാം. മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കുവാൻ മനസ്സിൽ നല്ല ചിന്തകൾ കോരി നിറയ്ക്കുക. നല്ല ചിന്തകൾ നിറയ്ക്കണമെങ്കിൽ സത്സംഗങ്ങളിൽ ഏർപ്പെടുക. ഭഗവാന്റെ കാര്യങ്ങൾ നിത്യേന പാരായണം ചെയ്യുകയും കേൾക്കുകയും അത് മറ്റുള്ള ഭഗവത് ചിന്തയിൽ ജീവിക്കുന്നവരുമായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് സത്സംഗം എന്ന് പറയുന്ന വാക്ക് വളരെ ഫ്രൂട്ട്ഫുള്ളായി മാറുന്നത്. അതുപോലെ നിത്യവും വേദപാരായണം ചെയ്യുക. ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പോലെയുള്ള പുരാണ ഗ്രന്ഥങ്ങൾ നിത്യേന ഒരു 10 മിനിറ്റെങ്കിലും പാരായണം ചെയ്യുവാൻ വേണ്ടി നീക്കിവെക്കുക. നാമം ജപിക്കുവാൻ നമ്മൾ 1 മണിക്കൂർ എടുക്കുമ്പോൾ ഈ ഗ്രന്ഥങ്ങൾ, ഈ പുണ്യമായ ഗ്രന്ഥങ്ങൾ വായിക്കുവാൻ അതിനിടയിൽ ഈ 1 മണിക്കൂറിൽ ഒരു 20 മിനിറ്റെങ്കിലും ഇതിനു വേണ്ടി നീക്കി വയ്ക്കണം. ആ നാമജപത്തിൻ്റെ ഇടയിൽ അത്രയും നാമജപത്തേക്കാൾ പ്രാധാന്യമാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് അതിൻ്റെ തത്വം ഉൾക്കൊള്ളുന്നത്. ഇങ്ങനെ ഈശ്വരനെ ഇങ്ങനെ നിത്യവും വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക. ഈശ്വരനെ നിത്യേന പൂജിക്കുക. നിലവിളക്ക് കൊളുത്തി പൂജിക്കാം. അതല്ല അതിനുള്ള സാഹചര്യമില്ലെങ്കിൽ ദിവസം നിത്യേന ഭഗവാനെ പൂജിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു സമയം നീക്കിവെക്കുക. അങ്ങനെ സമയം കിട്ടാത്തവർ നിരന്തരം ഭഗവത് നാമത്തിൽ രമിക്കുക. പിന്നെയോ മൗനം അഭ്യസിക്കുക. ഇതൊക്കെ ഒരു ജീവൻ മുക്തനാകാൻ ആചരിക്കേണ്ട യമനിയമാദികളാണ്. നമ്മളിപ്പം ഭൗതികത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾ, കൊച്ചുകുട്ടികൾ വീട്ടിലുണ്ട്, മക്കൾ ചെറിയ കുട്ടികളാണ്. അവരോട് നിരന്തരം സംസാരിക്കണ്ടേ? ഞാനൊരു ടീച്ചറാണ്, എനിക്ക് മൗനം അവലംബിക്കാൻ പറ്റുമോ? പിന്നെ എൻ്റെ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുപോലെ ഇപ്പം ഗായകർ അല്ലെങ്കിൽ അതുപോലെ എല്ലാവരും നമ്മൾ നിത്യജീവിതത്തിൽ ശബ്ദം ഉപയോഗിക്കാതിരിക്കാൻ മൗനം അവലംബിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിൽ നിന്നൊക്കെ റിട്ടയർമെൻറ്റിൻ്റെ സമയം വരും. അപ്പോൾ നമ്മൾ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അന്നേരം അന്വേഷിച്ച് TV-യുടെ മുന്നിലിരിക്കുകയും മൊബൈലിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിലേക്കും തുടക്കമാണ്. നമ്മളിപ്പോൾ തന്നെ ഇതറിഞ്ഞ് ഇതിലേക്ക് തുടങ്ങി വരണം. നമുക്ക് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. എന്നെ കേൾക്കുന്നവർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ആ ഒരു പ്രായം കഴിഞ്ഞവരുണ്ടാവും ധാരാളം പേര്. അവർ ഞാനീ പറയുന്നത് പോലെ തന്നെ ഏകദേശം അതുപോലെയൊക്കെ ഫോളോ ചെയ്ത് വരണം. കൂടുതൽ ആൾക്കാരുമായിട്ട് സംസാരിക്കേണ്ട സാഹചര്യമില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരുമായിട്ട് ഫോണിൽ സംസാരിച്ചും അല്ലാതെ സംസാരിച്ചുമൊക്കെ സമയം കളയേണ്ട. ആ സമയം മൗനം അവലംബിച്ച് ഭഗവത് കാര്യങ്ങൾ മനനം ചെയ്ത് തന്നെ ജീവിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, മൗനം അഭ്യസിക്കുക, ഇവയെല്ലാം കൂടി ചേർന്നതാണ് യമ നിയമങ്ങൾ. അപ്പോൾ യമ നിയമങ്ങൾ 8 കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന 8 അംഗങ്ങളോട് കൂടിയതാണ് യോഗം. അതിൽ ആദ്യത്തെ 2 എണ്ണമാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്, യമവും നിയമവും. യമനിയമാദികൾ എന്തൊക്കെയായിരുന്നു അവ? ഒന്നും കൂടെ ക്രോഡീകരിച്ച് പറയാം.
നമ്മുടെ വർണ്ണാശ്രമധർമ്മം ഏതാണ്? നമ്മുടെ ആശ്രമം ഗൃഹസ്ഥാശ്രമമാണോ, ബ്രഹ്മചര്യമാണോ, വാനപ്രസ്ഥമാണോ, സന്യാസമാണോ, ഇവ ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിൽ നമുക്കറിയാമല്ലോ നമ്മൾ ഏതിലാണ് ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളാണ് ബ്രഹ്മചര്യത്തിലാണ്, അവരെപ്പോൾ ആ വിദ്യാർത്ഥി ജീവിതം സമ്പൂർണ്ണമാക്കണം. ഇപ്പോൾ ഗൃഹസ്ഥാശ്രമികൾ അവരുടെ ഗൃഹത്തിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കണം. വാനപ്രസ്ഥത്തിനിറങ്ങുന്നവർ ഈ കുടുംബ ജീവിതത്തിൽ നിന്ന് ഇനി ഭഗവാനെ തിരിച്ചറിയാൻ ഇറങ്ങി ആ കർമ്മങ്ങളിലേക്ക് ഇറങ്ങുന്നവർ ആ കർമ്മത്തിൽ നിന്ന് പിന്തിരിയാതെ അത് നന്നായി ചെയ്യണം. അവസാനം സന്യാസം സ്വീകരിക്കുന്നവർ, പരമമായ മോക്ഷം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിൽ തന്നെ അടിയുറയ്ക്കണം. അതാണ് വർണ്ണാശ്രമധർമ്മം അനുസരിച്ച് ആ ധർമ്മത്തെ ആചരിക്കുക, ആ ധർമ്മത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുക. പ്രാരബ്ധമനുസരിച്ച് നമുക്ക് വരുന്ന അനുഭവങ്ങളെല്ലാം നമ്മുടെ പൂർവജന്മ കർമ്മഫലമാണെന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുക. ആത്മജ്ഞാനികളെ പൂജിക്കുക. ശരീര അഭിമാനത്തെ വളർത്തുന്ന പ്രവൃത്തികളെയെല്ലാം ഉപേക്ഷിക്കുക. മോക്ഷധർമ്മത്തിൽ താല്പര്യം കാണിക്കുക. മിതവും ശുദ്ധവുമായ ആഹാരം മാത്രം കഴിക്കുക. എപ്പോഴും ഏകാന്തത്തിൽ താമസിക്കുക. അഹിംസ പാലിക്കുക. സത്യം മാത്രം പറയുക. ഒരിക്കലും മോഷ്ടിക്കാതിരിക്കുക. ശരീരം നിലനിൽക്കാൻ ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം സ്വീകരിക്കുക. അനാവശ്യമായി ശരീരത്തിനെ ഭൂഷണിപ്പിക്കാനും സന്തോഷിപ്പിക്കുവാനും കൂടുതൽ ഇന്ദ്രിയ സുഖങ്ങൾ തരുന്ന കാര്യങ്ങളെയൊന്നും അതുമായിട്ട് ശരീരത്തിൽ ബന്ധപ്പെടുത്താതിരിക്കുക. ബ്രഹ്മചര്യം പാലിക്കുക. തപസ് അനുഷ്ഠിക്കുക, അതായത് വ്രതങ്ങൾ എടുക്കുക. ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കി വയ്ക്കുക. നിത്യവും പാരായണം, ഭഗവത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക. ഈശ്വരനെ നിത്യേന പൂജിക്കുക. മൗനം അഭ്യസിക്കുക. ഇവയെല്ലാമാണ്, ഇത്രയും കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ് യമ നിയമങ്ങൾ. അപ്പോൾ അത് ഇത്രയും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവയെ അഭ്യസിച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് രണ്ടാമത്തേതാണ് യമനിയമം കഴിഞ്ഞാൽ, യമവും നിയമവും കഴിഞ്ഞാൽ ആസനം. ആസനം എന്നാൽ ആസനജയം നമ്മൾ നേടണം. അതായത് നമ്മൾ ഇരിക്കുന്നതിനെ, യോഗ ചെയ്യാനിരിക്കുന്നതിനെ, ഭഗവാനുമായിട്ട് യോഗം ചെയ്യാനിരിക്കുന്നതിന് വേണ്ട ഇരിപ്പിടത്തെയാണ് ആസനം എന്ന് പറയുന്നത്. അത് പത്മാസനമുണ്ട്, സിദ്ധാസനമുണ്ട്, സുഖാസനമുണ്ട്, സ്വസ്തികാസനമുണ്ട്, വീരാസനമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ആസനത്തിലാണ് ഒരു യാമം, അതായത് 3 മണിക്കൂർ സമയം നമ്മൾ നിശ്ചലമായി ഇരിക്കുന്നതിനെയാണ് ആസന ജയം എന്ന് പറയുന്നത്. അപ്പോൾ പത്മാസനത്തിൽ, സിദ്ധാസനത്തിൽ, സുഖാസനത്തിൽ, നമ്മൾ സാധാരണ നാമം ജപിക്കാനൊക്കെ ഇരിക്കുന്ന സുഖാസനത്തിലാണ്, അതിലിരിക്കാം. പിന്നെ സ്വസ്തിക ആസനത്തിലിരിക്കാം, വീരാസനത്തിലിരിക്കാം. ഇതിലേതെങ്കിലും ഒരു ആസനത്തിൽ 3 മണിക്കൂർ സമയം, അതായത് ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂർ സമയം നിശ്ചലമായി ഇരിക്കുന്നതിനെയാണ് ആസന വിജയം അല്ല ആസന ജയം എന്ന് പറയുന്നത്. നിശ്ചലമായി ഇരിക്കുക എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ഇരുന്ന് ഉറങ്ങുക എന്നല്ല. അങ്ങനെ നിശ്ചലമായ മനസ്സോടുകൂടി ഏകാഗ്രതയോടുകൂടി ഒരു യാമം മൊത്തം ഇരിക്കാൻ, 3 മണിക്കൂർ ഇരിക്കാൻ കഴിഞ്ഞാൽ അവിടെ ആസന ജയമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിനും ഇനി ബാക്കിയുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞ യമം, നിയമം, ആസനം. ഇനിയും പ്രാണായാമമുണ്ട്, പ്രത്യാഹാരമുണ്ട്, ധാരണയുണ്ട്, ധ്യാനമുണ്ട്, സമാധിയുണ്ട്. ഇത് തൊട്ടടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഇടുന്നതാണ്. അല്ലെങ്കിൽ ഇത് ഒരുപാട് ലെങ്തിയായി പോകും. അപ്പോൾ ഇത് മനസ്സിലാക്കുവാനും ഇതൊക്കെ ഉൾക്കൊള്ളുവാനും ഭാഗവത തത്വങ്ങളാണ് ഇതിലുള്ളത്. കപിലോപദേശം ഭാഗവതത്തിൻ്റെ മർമ്മമാണ്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭാഗവതം നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പഠിച്ചു എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കഥകളൊക്കെ ആദ്യം മുതൽ അന്തം വരെയും കഥകളാണുള്ളത്. ആ കഥകൾ കേട്ട് നമ്മൾ ആ കഥ മാത്രം അതിൻ്റെ ഉപരിതലത്തിലൂടെയാണ്, ഒരു സമുദ്രത്തിൻ്റെയോ ജലാശയത്തിൻ്റെയോ മുകൾ പരപ്പിൽ കാണുന്ന അതിൽ ചില ചെടികളോ പായലുകളോ അല്ലെ പൂക്കളോ അല്ലെങ്കിൽ ചെറു മത്സ്യങ്ങളോ ഒക്കെ മുകളിൽ കിടന്നിങ്ങനെ തുള്ളിക്കളിക്കുകയൊക്കെ ചെയ്യുന്ന കാണാം. പക്ഷെ ആ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് എന്തൊക്കെ ഉണ്ടെന്നോ ഒന്നും ജലാശയത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന അതിൻ്റെ ജലപ്പരപ്പിന് മുകളിലേക്ക് ശ്രദ്ധിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെയാണ് ഭാഗവതം കഥ മാത്രം കേട്ടുകൊണ്ട് ആ കഥയുടെ ആനന്ദത്തിൽ ലയിച്ചിരുന്നു കഴിഞ്ഞാൽ അതിലെ തത്വം അറിയാതെ പോകും. ഇങ്ങനെയുള്ള
ഏറ്റവും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വില തീരാത്ത വില മതിക്കാനാവാത്ത അമൂല്യമായ ശേഖരങ്ങളാണ് ഭാഗവത ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകണം. നമുക്ക് കിട്ടിയിരിക്കുന്ന തുച്ഛമായ ജന്മവും ജീവിതവുമല്ലേ, ഇനിയെങ്കിലും നാം ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ഓരോ സപ്താഹ സ്ഥലങ്ങളിൽ, ഞാൻ ധാരാളം സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പോകുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള തത്വങ്ങളെക്കുറിച്ച് വിശദമായി പറയുകയോ നമ്മെ പഠിപ്പിക്കുകയോ അവർ ചെയ്യുന്നില്ല. അവർക്ക് അത് സമയപരിമിതി കൊണ്ടാകാം. തന്നെയുമല്ല, ഇത് പറഞ്ഞാൽ അവരുടെ ഉൾക്കൊള്ളാനിരിക്കുന്ന എത്ര പേർക്ക് മനസ്സിലാകും എന്നും ഒക്കെ ആകാം അവരുടെ ചിന്ത. ഒരുപക്ഷെ ഇതൊക്കെ ഇത്രയും ലളിതമായി പറഞ്ഞു തരാൻ അറിയാത്തവരാകാം ഒരുപക്ഷെ ആ ആചാര്യന്മാരായി വന്നിരിക്കുന്നവർ. അവരും കാലങ്ങളായി സപ്താഹം നടക്കുന്നിടത്ത് കഥകൾ മാത്രം പറഞ്ഞ് പോകുന്നവരാകാം. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള ജ്ഞാനം ലഭിക്കുമ്പോൾ അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞ് മറ്റു കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ട് കിട്ടിയ തുച്ഛമായ ജന്മം വെറുതെ അർത്ഥമില്ലാതെ കളയരുത്. ഫലമുള്ളതായി സഫലമായി തീരുവാൻ എല്ലാവരും അവനവൻ്റെ മനുഷ്യ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ അതിനു വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം വേണം, ദേവിയുടെ അനുഗ്രഹം വേണം. എല്ലാം സാഹചര്യങ്ങളും ഒത്തുവരാൻ ഭഗവാന്റെ തന്നെ അനുഗ്രഹം പൂർണ്ണമായി എല്ലാവർക്കും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു.